പ്രേക്ഷകർക്ക് മെഡിട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചാണ്. എന്താണ് പ്ലാസ്റ്റിക് സർജറി, എന്താണ് എസ്തെറ്റിക് സർജറി, ഈ വിഷയമാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മുഹമ്മദ് അസീഫാണ്. സർ, വെൽക്കം. വെൽക്കം. ഹലോ. സാർ, നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓർത്തോ ഉണ്ടാവും, അതിൽ ന്യൂറോ ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് കാർഡിയോളജി ഉണ്ടാവും, ഗ്യാസ്ട്രോ ഉണ്ട്. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പം അടുത്ത കാലത്ത് വളരെ ജനറലായിട്ട് പൊതുവെ ജനങ്ങൾക്ക് കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി. എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി എന്താണ്? എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് പ്ലാസ്റ്റിക് സർജറി. സോ ഇതിൽ നമ്മൾ അപ്പിയറൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സർജറീസ് ആണ്. അപ്പോൾ നമുക്കൊരു ലുക്ക് ഇൻ കോമൺ ടെർമിനോളജി ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സർജറീസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരാളെ ഏജ് കുറക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇഫ് ദ പേഷ്യൻറ്റ് ലുക്സ് ലൈക്ക് 55-year-old, ദ പേഷ്യൻറ്റ് ആഫ്റ്റർ ദിസ് സർജറി ഹി മേ ലുക്ക് ലൈക്ക് എ 45-year-old. അങ്ങനെ പ്രേക്ഷകർക്ക് വളരെ കൗതുകത്തോടെ കേൾക്കുന്ന ഡോക്ടർ ഒരു ഉത്തരമാണ്. അതായത് 55 വയസ്സുള്ള അതൊരു വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളൊക്കെ പ്രായം കുറഞ്ഞ് യൗവനത്തോടെ നിൽക്കാൻ, അറ്റ്ലീസ്റ്റ് കാഴ്ചയിലെങ്കിലും അത് കാണിക്കാൻ വ്യഗ്രതയുള്ളവരാണ്, കഷ്ടപ്പെടുന്നവരാണ് ചിലവരൊക്കെ. അപ്പം അങ്ങനെ നമുക്കൊരു 55 വയസ്സുള്ള ഫേസുള്ള ഒരാൾക്ക്, മെയിലാണോ ഫീമെയിൽ, അവരൊരു 10 വയസ്സുള്ള ഒരു 15 വയസ്സുള്ള മുഖസൗന്ദര്യത്തോടു കൂടി കാണിച്ചു, അല്ലെങ്കിൽ മുഖസൗന്ദര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ഈസ് ഇറ്റ് പോസിബിൾ? Yes, exactly. This aesthetic plastic surgery is all about just changing the appearance of the patient. ഓക്കെ, അത് വളരെ സാർ, അതിൽ ഒരു സംശയം എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു നാച്ചുറലായിട്ട് കിട്ടുന്ന, നമ്മുടെ ഏജിങ് എന്നൊക്കെ പറയുന്ന നാച്ചുറലായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഗ്രോത്ത്, അത് ഗ്രാജുവലായിട്ട് ഗ്രോത്ത് വരും, റിങ്കിൾസ് വരും, നമ്മുടെ ഏജ് കൂടും, നമുക്കുള്ള സ്കിന്നിലൊക്കെ എല്ലാ ഡിഫറൻസ് വരും. പക്ഷേ നമ്മളിതിപ്പോൾ ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന, ഫോർ എക്സാമ്പിൾ ചില പ്രൊസീജിയറിലൂടെ പോയിട്ട് ഈ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി എന്നാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിലൂടെ പോയിട്ട് നമുക്ക് വീണ്ടും യൗവനം വീണ്ടെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസ് ഇറ്റ് പെർമനൻറ്റ്, അല്ലെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും? Permanent or it is a temporary, it depends on which type of treatment you are going. In the aesthetic plastic surgery, we have plastic surgery as such and medical aesthetics. Aesthetic plastic surgery, in medical aesthetics like Botox and fillers or thread lifting and the കാര്യങ്ങളൊക്കെ ഉണ്ടാവും. So this is not permanent, we may have to repeat. Whereas plastic surgery, it is a kind of permanent solution. അങ്ങനെ സാർ, നമുക്ക് ഈ എസ്തെറ്റിക് പ്രൊസീജിയർ, ഏതൊക്കെ എസ്തെറ്റിക് പ്രൊസീജിയറാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? Aesthetic plastic surgery, any part of the body can be changed, like face or body contouring, breast surgeries, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. So in face we have blepharoplasty, and for nose we have rhinoplasty or nose job we say, then lip lift, and then we have otoplasty, and we have ഇവിടെ chin augmentation, malar augmentation ഉണ്ടാവും, chin augmentation ഉണ്ടാവും. പിന്നെ സാർ, നമുക്കിപ്പോൾ ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞില്ല, അത് ആ പ്രൊസീജിയർ എങ്ങനെയാണത്, അതെന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഐലിഡ് സർജറി. നമുക്ക് ഐലിഡ്, അപ്പർ ഐലിഡ് ഓർ ലോവർ ഐലിഡ് ഉണ്ടാവും. ഈ അപ്പർ ഐലിഡിൽ ആൻഡ് ലോവർ ഐലിഡ് ബാക്സ് ഉള്ളത് കൊണ്ടിട്ട് പേഷ്യൻസിനെ ലുക്ക് കുറച്ച് ഓൾഡ് ഏജ് ആയി കാണും. സോ ഇതിനെ കുറക്കാൻ വേണ്ടിയിട്ട് വിൽ റിമൂവ് ദ സ്കിൻ ആൻഡ് റിമൂവ് ദ പാർട്ട് ഓഫ് ദ ഫാറ്റ് ഓൾസോ. സോ ഇറ്റ് ഈസ് a local procedure, and can be under general anesthesia also if the patient is apprehensive. ചില പേഷ്യൻസിന് apprehensive ഉണ്ടാവും, അവർക്ക് നമ്മൾ general anesthesia കൊടുത്ത് ചെയ്യും. And it's a short procedure. ഒരു വൺ ഡേ ഈസി ടു വൺ ഡേ പ്രൊസീജിയർ, അതായത് നമ്മളിപ്പോൾ ഒരു it is no less than 1 day procedure. You can go on the same day also, like it is around 30 to 45 minutes നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞു അതൊരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി, ഇപ്പം ഐലിഡിൽ എക്സസ് ഫാറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഐലിഡിൻ്റെ ആ പൊസിഷൻ ചേഞ്ച്, അങ്ങനെയുള്ള അതൊരു പ്രോപ്പർ മാനറിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറാണോ ഈ പറയുന്ന ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? ഇതിനൊക്കെ ട്രെയിനിങ് വേണ്ടി വരും. സോ നോട്ട് ജസ്റ്റ് എക്സസൈസിങ് ദ സ്കിൻ. അധികം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കൂട്ടാനോ അല്ലെങ്കിൽ തുറക്കാനോ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇറ്റ് ഹാസ് ടു ബി ട്രെയിൻഡ് അണ്ടർ
proper institute. So I have been trained in plastic surgery and aesthetic plastic surgery also. From where did you train, sir? So I've been trained in Aseef's fellowship under Dr. Gustavo Abril in Argentina. Okay. So there I have got all this exposure and training. So it was a good exposure there. ഓക്കെ സാർ ഇപ്പം പിന്നെ നമ്മൾ ബ്ലിഫറോപ്ലാസ്റ്റിയെ കുറിച്ച് പറഞ്ഞു, ആ പ്രൊസീജിയറെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പം അതായത് ബ്ലിഫറോപ്ലാസ്റ്റിയിൽ നമുക്കൊന്ന് സ്കാർ ഒന്നും കാണൂല, നമുക്ക് ചെയ്തു അറിയും പോലും ഉണ്ടാവില്ല. അവിടെ ആ പ്രൊസീജിയർ ചെയ്തതിന്റെ ഒരു സ്കാറോ ഒന്നും ഒരു സ്കാർ ഉണ്ടാവില്ല. സ്കാർ ഉണ്ടാവും, പക്ഷേ ഇറ്റ് വിൽ ബി ഹിഡൻ അണ്ടർ ദ ലിഡ് ക്രീസ്. Okay, okay. And in the lower lid we'll do under the, usually we'll do transconjunctival, so it won't be visible. ഓക്കെ, പിന്നെ നമുക്കില്ല അതായത് ഒരു ഫേഷ്യൽ അതായത് മുഖത്തിൻ്റെ സൗന്ദര്യത്തിൽ ഒരു നിർണായക ഘടകമാണ് നമ്മുടെ ഈ നോസ് എന്ന് പറയും, നമ്മുടെ മൂക്കുണ്ടല്ലോ. അതിലിപ്പോൾ സാർ ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് തരത്തിൽ, അതായത് ഷേപ്പിംഗ് ആണോ, എന്താണ് ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് റൈനോപ്ലാസ്റ്റി ഇൻ കോമൺ ടെർമിനോളജി വി കോൾ ഇറ്റ് ആസ് നോസ് ജോബ്. സോ ഇതിൽ നമ്മൾ ഷേപ്പിന് ചേഞ്ച് ചെയ്യുന്ന ചിലപ്പോൾ പേഷ്യൻസിന് ഇവിടെ ഒരു ഡോർസൽ ഹംപ് എന്ന് പറയും, ഡോർസൽ ഹംപ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ടുള്ള ഷേപ്പ് കൊടുക്കും. അല്ലെങ്കിൽ ടിപ്പ് കുറച്ച് താഴോട്ട് ഇങ്ങിട്ടുണ്ടെങ്കിൽ ടിപ്പ് ഓഗ്മെന്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ബിഫോർ ദാറ്റ് വിൽ ഡിസ്കസ് വിത്ത് ദ പേഷ്യൻറ്റ് വാട്ട് ദ എക്സാക്ട്ലി നീഡ്. സോ വിൽ ഗിവ് ഓൺലി ദ റിയലിസ്റ്റിക് kind of results, not unrealistic ആയിട്ടുള്ള ഒരു ഹോപ്പ് ഒന്നും കൊടുക്കാൻ പാടില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോപ്പ് കൊടുക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലിട്ട് ആദ്യം എങ്ങനെ കാണും, എങ്ങനെ ഉണ്ടായത്, പിന്നെ എങ്ങനെ കാണും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. So we'll discuss with the patient, we'll intelligent assessment of the face of the patient is required. Then we'll assess, then we'll decide what they exactly require, and then later we'll go for surgery. ഓക്കെ, ഡോക്ടർ, നമ്മൾ സാധാരണ പിന്നെ ഇതൊരു കോസ്മെറ്റിക് റിലേറ്റഡ് പ്രൊസീജിയർ ആയതുകൊണ്ട് ഇപ്പം ഫേഷ്യലായിട്ടുള്ള വളരെ പിന്നെ പ്രോമിനൻ്റ് ആയിട്ട് അപ്പിയറൻസ് തന്നെ വളരെ കൂടുതൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇൻഎഫിഷ്യൻസിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില അപാകതകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പം നോസുമായി റിലേറ്റഡ് ആയിട്ട് ഇത് പ്രോപ്പർ ചിലവർക്ക് അത് കണ്ടെത്താൻ പറ്റണമെന്നില്ല. ഇപ്പം സാധാരണ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ ആണെങ്കിൽ വളരെ കോഷ്യസ് ആയിരിക്കും. അവരെ നോസ് ആയാലും ഐ ആയാലും ഫേസ് ആയാലും ഹെയർ ആയാലും ഒക്കെ ഒരു കോമൺ പീപ്പിൾ ഇപ്പം സാധാരണ അതായത് മിസ്കൺസെപ്ഷൻ ആണ് ജനറൽ അധികം ആൾക്കാരുള്ളത്. ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ ജസ്റ്റ് സെലിബ്രിറ്റീസ്, അങ്ങനൊന്നുമല്ല. പ്ലാസ്റ്റിക് സർജറി ക്യാൻ ബി ഡൺ for anyone can go for plastic surgery. Okay, and now it is more of reachable kind in India also. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഫേഷ്യൽ അതായത് ഏറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖസൗന്ദര്യം എന്നതും മനുഷ്യൻ്റെ ഒരു കോൺഫിഡൻസും കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫേസുമായി റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്പിയറൻസിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന നിലയിൽ ആ ഭാഗത്താണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഐലിഡിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞു, അതുപോലെ നോസിൻ്റെത് പറഞ്ഞു. പിന്നെ നമ്മൾ ഫേസുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പിന്നെ ഏത് തരത്തിലുള്ള എസ്തെറ്റിക് പ്രൊസീജിയറാണ് പ്ലാസ്റ്റിക് ഫേസുമായിട്ട് നമുക്ക് പിന്നെ ഉള്ളത് ചിൻ ഓഗ്മെന്റേഷൻ ചെയ്യാം. പിന്നെ നമ്മൾ ലിപ്പ് ഓഗ്മെന്റേഷൻ ആൻഡ് ലിപ്പ് ലിഫ്റ്റ് ചെയ്യും. ലിപ്പ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഏജ് കുറച്ച് കിട്ടും, ദ ലുക്ക് യങ്കർ. ലിപ്പ് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സാഗിങ് ലിഫ്റ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാഗിങ് അതായത് കുറച്ച് നിങ്ങൾ ഈ പറയുന്ന ആ റിങ്കിൾ അല്ലെങ്കിൽ ആ സാഗ് ചെയ്യുന്ന ഭാഗം ലിഫ്റ്റ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട്. ഓക്കെ, ആ പ്രൊസീജിയർ എങ്ങനെയാണ് ഡോക്ടർ? അത് എത്ര നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണോ? Lip lift is more of associated with other procedure also. So it is not just lip lift. So we'll do other procedure like malar augmentation or chin augmentation. Along with that we'll do lip lift. So it may be also associated with the face lift also. ഓക്കെ, ഡോക്ടർ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ചിൻ ഓഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞു. ആ പ്രൊസീജിയർ ലിഫ്റ്റ് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൺ ടൈപ്പിൻ്റെ ജസ്റ്റ് ഒരു സ്കിൻ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തുന്നും. സോ അപ്പോൾ നമുക്ക് ഇത് മുകളോട്ട് കയറി നിൽക്കും. സോ ദ പേഷ്യൻ്റ് ലുക്സ് യങ്ങർ. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ ഇപ്പോൾ ത്രെഡ് ലിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു പ്രൊസീജിയറിന് അത്രയും അതായത് സിമ്പിളായി നമ്മൾ പറയുന്ന സമയത്ത്
when doctor explain ചെയ്യുന്ന സമയത്ത് so simple ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ ഐബ്രോ ലിഫ്റ്റ് what is പ്രേക്ഷകർക്ക് ചില സമയത്ത് no it is not so simple. You have to know the anatomy of the face, anatomy of any part of the body, and you have to be trained. So otherwise you can't be doing, you may end up with complications. see if it is practitioner അല്ലെ നന്നായിട്ട് ട്രെയിൻ ചെയ്തല്ലാത്ത ഒരു സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് റിസൾട്ടോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻസ് പിന്നീട് അതുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ റിക്കവറിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഇപ്പം ഫേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ലിഫ്റ്റ് അതായത് ലിപ്പ് ലിഫ്റ്റ് ആയാലും തന്നെ ത്രെഡ് ലിഫ്റ്റ് ആയാലും ഇത് റിക്കവറിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയർ എത്ര നീണ്ടു നിൽക്കുന്നുണ്ട്? അത് ഇൻ കേസ് ഓഫ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ രണ്ട് തരത്തിൽ ഫേസ് ലിഫ്റ്റ് ഉണ്ട്. ഒന്ന് എൻഡോസ്കോപ്പിക് ഫേസ് ലിഫ്റ്റ് ഉണ്ട്, അതല്ലാതെ normal facelift, that is deep plane or superficial plane. The deep plane facial lift is more long lasting, so which gives the patient around 10 years younger look. Okay, so avada nammal saggy skin allengil muscles ne namakku idaakittu just edutittu thunum, and then the patient, it looks a firm look in the face. Okay. So which makes the patient look younger. adin follow up undavo doctor? Adin follow up undavo. The patient will be maybe followed up for 1 or 2 weeks. So okay, 2 weeks കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ആയിട്ട് റൂട്ടീൻ ആക്ടിവിറ്റീസ് ഇത് ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ആ സാഗ് ചെയ്ത പിന്നെ സ്കിന്നാണെങ്കിലും നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു പെർമനൻ്റ് ആയിട്ട് എത്ര കാലത്ത് ആ ഒരു പിന്നെ സ്റ്റേജിൽ അത് നിൽക്കും? ഈ ഫേസ് ലിഫ്റ്റിൽ അത് പെർമനന്റ് ടൈപ്പ് തന്നെയാണ്. സോ ദേ വോണ്ട് ബി എനി അഗൈൻ ബിക്കോസ് വി വിൽ ബി ജസ്റ്റ് റിമൂവിങ് എക്സസൈസിങ് ദ സ്കിൻ ആൻഡ് ടിഷ്യൂസ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഫേസ് റിലേറ്റഡ് റൈനോപ്ലാസ്റ്റി പറഞ്ഞു, അതിൽ ജസ്റ്റ് ഡോക്ടർ മെൻഷൻ ചെയ്തു ഓട്ടോപ്ലാസ്റ്റി. ആക്ച്വലി വാട്ട് ഈസ് ഓട്ടോപ്ലാസ്റ്റി? ഓട്ടോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇയർ ഉണ്ടാവും, ചെവി ഇങ്ങനെ ഉണ്ടാവും. സോ അതിന് നമ്മൾ ജസ്റ്റ് ഇതായിട്ട് സെറിക്കുലർ ഷേപ്പ് കൊടുക്കും, ഇങ്ങനെ തിരിച്ച് വെക്കും. സോ ദേ വോണ്ട് ബി എനി scar, so scar is not visible. So patient also look will be good. Okay, that ആ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അതും ഈ പറഞ്ഞ ഒരു ലോങ്, അതായത് വൺ ഡേ ആണോ? It is also a day care procedure. It is a day care procedure kind. Patient can get admitted in the morning and go back home in the evening. ഓക്കെ സി ഡോക്ടർ, നമ്മൾ ഈ എസ്തെറ്റിക് പ്രൊസീജിയർ അതായത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ പറയുന്ന സമയത്ത് ഫീമെയിൽ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. ഇപ്പം നമ്മളിപ്പം ഫേഷ്യലായിട്ട് ബന്ധപ്പെട്ട് മെയിലായാലും ഫീമെയിലായാലും കൊടുക്കുന്ന പ്രൊസീജിയറിനോടൊപ്പം തന്നെ നമ്മൾ ഫീമെയിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എസ്തെറ്റിക് പ്രൊസീജിയർ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? സോ ഫീമെയിൽസിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറീസും പിന്നെ ബോഡി കോൺടൂറിങ് സർജറീസാണ്. ഓക്കെ, ഇൻ ബ്രസ്റ്റ് സർജറീസിൽ നമുക്ക് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഉണ്ട്, നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റക്ടമി, അതായത് ക്യാൻസറുള്ള പേഷ്യൻസിനെ മാറെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തേർഡ് വൺ ഓക്കെ, അതായത് ഒരു ഡിസീസുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറായിട്ട് നമുക്ക് ഓങ്കോളജി റിലേറ്റഡ് തന്നെ. പക്ഷേ ഒരു ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ്റെ നീഡ് എന്താണ്? ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രസ്റ്റുള്ള ആൾക്കാർക്ക് നമ്മളിതിനെ കൂട്ടിയിട്ട് കൊടുക്കുക, എൻഹാൻസ് ചെയ്യാൻ പ്രൊസീജിയർ. അതിൽ രണ്ട് പ്രൊസീജിയർ. ഒന്ന് നമുക്ക് ഇതിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ്, അതായത് സിലിക്കോൺ ഇംപ്ലാന്റ് അവിടെ വെച്ചിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാം. സോ സിലിക്കോൺ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ സോ ദിസ് ഈസ് ഡെമോ ഓഫ് സിലിക്കോൺ ഇംപ്ലാന്റ്. ഇറ്റ് ലുക്സ് ലൈക്ക് This looks like the same. It comes with different sizes. Okay. So E size and now, then there will be this size also, size 8, size 6, and in ml or cc's also we will measure, like 200 cc to 350 cc. So this kind of measurement we have. See ഡോക്ടർ, നമുക്കത് കാരണം സിലിക്കോൺ ആ ഒരു ഡെമോ ഇത് കാണുന്ന സമയത്ത് ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ. കാരണം ഒരു ഇത് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും സൈസിൽ ബ്രസ്റ്റിൻ്റെ ആ പൊസിഷനിൽ അത് ഇംപ്ലാന്റ് ചെയ്യുക. ആക്ച്വലി വാട്ട് ഈസ് എ പ്രൊസീജിയർ, ഹൗ ഇറ്റ് ഈസ് മേക്കിംഗ്? Procedure is a small procedure, but it is done under general anesthesia usually. Okay. So there will be a small incision below the
below the mammary fold, inframammary fold, or മാറിന് തൊട്ട് താഴെ ഒരു ഇൻസിഷൻ ഉണ്ടാവും. അതിലെ കൂടെ നമ്മൾ ഡിസെക്ട് ചെയ്തിട്ട് ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ അടിയിലെ കൂടെ നമ്മൾ ഈ ഇംപ്ലാന്റ് നമ്മൾ അങ്ങോട്ട് വെക്കും. ഈ സിലിക്കോൺ ഇതൊരു സിന്തറ്റിക് ഒരു പിന്നെന്താ ഒരു വസ്തുവാണല്ലോ, ഒരു കൃത്രിമമായ ഒരു സിലിക്കോൺ ജെൽ എന്നൊക്കെ പറയുന്ന പോലെ സിലിക്കോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലേ. ആ ഒരു നമ്മളിപ്പം സ്കിന്നുമായിട്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ അതിൽ? ഇല്ല, ഒരു റിസ്ക്കും ഇല്ല. ദിസ് ഈസ് ഇന്നേർട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ, സോ ഇറ്റ് വിൽ ബി സോഫ്റ്റ്, more of normal looking, and texture also it is feels like a normal tissue. So once you once it gets inside the body, so feel will be the same as that of breast tissues. See this one, ഡോക്ടർ, നമുക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുന്ന സമയത്ത് ചില സമയത്ത് അതിൻ്റെ റിസ്ക് ഫാക്ടറോ അതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് ചില സംശയങ്ങളുണ്ടാകും. ഓക്കെ, സോ ഇങ്ങനെ ഈ പറയുന്ന ഈ വസ്തു അല്ലെങ്കിൽ സിലിക്കോൺ ജെൽ പോലുള്ള വസ്തുക്കൾ ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നാച്ചുറലായിട്ട് ബ്രസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ബ്രസ്റ്റ് ചെയ്യുന്ന ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ breast function will be normal. There won't be it won't affect any breast function. If the patient ഇപ്പോൾ നമുക്ക് ഈ pregnant lady pregnant ആവാൻ പോകുകയാണെങ്കിൽ ഫീഡിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. There is no harm in feeding also. And it is a kind of permanent kind, so it lasts for around 20 years, 15 to 20 years. So American Plastic Surgery Society what says it is, so around 20% of the patient may go for replacement of the implant after 15 years. Okay. And 80% they may not have to go for replacement. Okay. So it is lasting for about around for a normal without any complication it lasts for 15 to 20 years. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഫോളോ അപ്പ്, പിന്നീട് ഇൻ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയറോ അതിൻ്റെയൊക്കെ നീഡ് അല്ലെങ്കിൽ ആഫ്റ്റർ എത്ര വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫോളോ അപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്? ഇതിൻ്റെ ഫോളോ അപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോളോ അപ്പ് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇൻ കേസ് ലൈക്ക് ദ പേഷ്യൻറ്റ് ഫോൾസ്, പേഷ്യൻ്റ് വീണിട്ട് ഇഞ്ചുറി ആയി കഴിഞ്ഞു, ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിനെ മാറ്റി കൊടുക്കാം. So it is there is no like big complication. പിന്നെ ഈ തരത്തിലുള്ള ഈ ഇങ്ങനെ ഒരു ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഭാഗത്ത് കൂടുതൽ കോഷ്യസ് ആവേണ്ടതോ അങ്ങനെ ആവശ്യം ഇല്ല? ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാവും, ബ്രസ്റ്റിന്റെ താഴെ ചെറിയ ഇൻസിഷൻ ഉണ്ടാവും. It will be healed. It is not at all visible. All the function, അതായത് ബ്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും പിന്നീട് ഇതിനെ ഇംപ്ലാന്റ് ചെയ്ത ശേഷം അതേപോലെ breast feeding, if the patient is wants to have child and breastfeeding is normally they can feed the breast. There is no other issue. Breastfeeding is not an issue. Okay, ഡോക്ടർ, പിന്നീട് ബ്രസ്റ്റ് റിഡക്ഷൻ അതിനെ ചുരുക്കുക അല്ലെങ്കിൽ ചെറുതാക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോകേണ്ട ആവശ്യകത അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊസീജിയറിലേക്ക് ഒരു സ്ത്രീ പോകേണ്ടി വരുന്നത്? ഇഫ് ദ പേഷ്യന്റ് വിത്ത് ഹ്യൂജ് ബ്രസ്റ്റ്, ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് സൈസ് കൂടുതലുണ്ടാവും, ആ പേഷ്യൻസിന് നെക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. അതല്ലാതെ പേഷ്യൻ്റ് ഡിസ്കംഫർട്ടും ഉണ്ടാവും. സോ ഈ പേഷ്യൻസിന് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ബ്രസ്റ്റിന് ചില അതായത് മാർക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞിട്ട് then will give a proper shape to the breast. Okay. So there won't be, again as already told, there won't be any issues with the normal functioning here also. Breastfeeding ഒക്കെ നോർമൽ ഉണ്ടാവും ഈ സമയത്തിലും. ഓക്കെ, ഈ സേഫ്റ്റി ഇതിനൊക്കെ ഈ പ്രൊസീജിയറൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഇഷ്യൂസിനെ കുറിച്ച് കോഷ്യസ് ഉണ്ടാവും ചില സമയത്ത്. ഇനി സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും അതിൽ? There is safety issues എന്ന് പറയുന്നത് like any other surgery we have like anesthesia complications or if the patient is having any associated complications like cardiac issues, അതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അസസ് ചെയ്യും. അതായത് പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് ചെയ്തിട്ട് if the patient is having any cardiac issues we'll work out and later only if the patient is fit then only we'll take up for the surgery.
Okay, okay. And as such, these surgeries are not complicated, not having much complications. ഓക്കെ ഓക്കെ സി ഡോക്ടർ തേർഡ്, അതായത് മറ്റൊരു തരത്തെ പിന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട്, അപ്പോൾ ഓങ്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്രസ്റ്റ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ പറഞ്ഞ ബ്രസ്റ്റിനെ ഈ പറയുന്ന പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് സിലിക്കോൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഇല്ല സൈസ് കൂടുതൽ ബ്രസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊസീജിയറാണ് പറഞ്ഞത്. പക്ഷേ തീരെ ബ്രസ്റ്റ് ഇല്ല, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഏതൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ജസ്റ്റ് അവയർനെസ് ഉള്ളത് കൊണ്ടിട്ട് പേഷ്യൻസിനും ജനങ്ങൾക്ക് അവയർനെസ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇൻ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ വിൽ ഗോ ഫോർ സ്കിൻ സ്പെയറിംഗ് മാസ്റ്റക്ടമി. അതായത് സ്കിൻ അങ്ങനെ തന്നെ ഉണ്ടാവും, ജസ്റ്റ് ടിഷ്യൂസ് ഇൻവോൾവ് വിത്ത് ദ ക്യാൻസർ വിൽ റിമൂവ്. സോ ആ സമയത്ത് നമുക്ക് ഇംപ്ലാന്റ് ചെയ്തിട്ട് അതായത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് യൂസ് ചെയ്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ so nipple creation also possible in immediate reconstruction. Nipple creation also we can do. It is possible. Nipple creation also. The functioning won't be there. Okay. But nipple creation is also possible. The appearance, more of appearance. ഡോക്ടർ, നമ്മളിപ്പം പിന്നെ മനുഷ്യൻ്റെ അതായത് ഫേസ് തൊട്ട് നമ്മളിപ്പം ബ്രസ്റ്റ് നമുക്കൊരു അബ്ഡോമൻ പാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി ചിലപ്പം ഈ കൊഴുപ്പ് എന്നത് മനുഷ്യന് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഒരാളുടെ ബോഡി ഷേപ്പിനെ വളരെ വൾഗറായിട്ടൊക്കെ ചോദിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി നമുക്ക് ഒരു അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പ്രൊസീജിയറാണുള്ളത്? അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി, അതർവൈസ് ഇറ്റ് ഇസ് ഇൻ കോമൺ ടെർമിനോളജി ടമ്മി ടക്ക് എന്ന് പറയും. സോ ടമ്മി ടക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ടിഷ്യൂസിനും സ്കിന്നിനും എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കും. ഓക്കെ. സോ ഇറ്റ് മേ ബി അസിസ്റ്റഡ് വിത്ത് ലൈപ്പോസക്ഷൻ. ഈ സാധനമാണ് ലൈപ്പോസക്ഷൻ കാനുല. സോ ഒരു ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാവും. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് ഇതിൽ കൂടെ നമ്മൾ വെറ്റിംഗ് സൊല്യൂഷൻ ഇട്ടിട്ട് ഇതിനെ അതായത് ഫാറ്റിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സക്ഷൻ ചെയ്തു. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സിന് നമ്മൾ അതായത് ഫാറ്റിനെ സക്ഷൻ ചെയ്ത് എടുക്കും. ഡോക്ടർ, ഒരു 1 മിനിറ്റ്, ദിസ് വൺ, അതായത് ഇതിലൂടെ നമ്മൾ സക്ഷൻ ചെയ്തെടുക്കലാണോ? അതിലുള്ള എക്സസ് ഫാറ്റിനെ ലിക്വിഫൈ ചെയ്തിട്ട് ഇതിലൂടെ നമ്മൾ ഇതിനെ സക്ഷൻ ചെയ്തിട്ട് എടുക്കും. So there are different types in this liposuction. So we have manual liposuction. See doctor, one more doubt. Here is a small hole, 2 or 3 holes are there. Is it? Okay. This is a place where these liquefied fats will come through this cannula. ഇതിലേക്കൂടെ നമ്മൾ ലിക്വിഫൈ, അതായത് ഈ വെള്ളം പോലെ ആക്കിയിട്ട് ഇതിലേക്കൂടെ നമ്മൾ സക്ഷൻ ചെയ്തെടുക്കും. ഓക്കെ. ഇതിപ്പം പിന്നെ നമ്മളിപ്പോൾ അബ്ഡോമിനിലുള്ള എക്സസ് കൊഴുപ്പ് എന്നുള്ളത് ആദ്യം അസോസിയേറ്റ് നമുക്ക് അത് സാധാരണ നോർമൽ കേസിൽ ഡോക്ടർ ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു മെഷർമെൻറ്റ് ഉണ്ടാവില്ല. എത്ര ലിക്വിഡാണ്, എത്രയാണ് ഇത് എടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അസസ് ചെയ്യുന്നത്? അത് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് എവിടെയാണ് അധികം കുഴപ്പമുള്ളത് നമ്മൾ നിന്നിട്ട് മാർക്കിംഗ് ചെയ്യും. നിന്നിട്ടും കിടന്നിട്ടും മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് എവിടെയാണ് അധികം ഉള്ളതെന്ന് നോക്കിയിട്ട് ആ ഭാഗത്തിൻ്റെ ഫാറ്റാണ് എടുത്ത് കളയുന്നത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. കാരണം ഡോക്ടർ ഇതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് നേരത്തെ പോലെ ഒരു 1 day ഓർ അങ്ങനെയുള്ള പ്രൊസീജിയറാണോ? അല്ല ഇത് 1 day എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൺലി liposuction is just a 1 day procedure. Yes. If we are combining with tummy tuck, നമുക്ക് ചിലപ്പോൾ ഒരു 2-3 ദിവസം നമുക്ക് വാർഡിൽ കിടക്കേണ്ടി വരും. ജസ്റ്റ് ഫോർ ഒബ്സർവേഷൻ. പേഷ്യൻ്റ് മേ ഹാവ് ഹെമറ്റോമ, പേഷ്യൻ്റ് മേ ഹാവ് സീറോമ. സീറോമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോർമലി ഉണ്ടാവും. ഒബ്സർവേഷൻ വേണ്ടിയിട്ട് ഒരു 2-3 days നമുക്ക്. ആഫ്റ്റർ ദാറ്റ് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോളോ അപ്പ് വേണ്ടി വരും ഡോക്ടർ ഏതെങ്കിലും തരത്തിൽ? അത് പിന്നീട് വീക്ക്ലി ഫോളോ അപ്പ് ജസ്റ്റ് 2-3 ആഴ്ച വരെ നമുക്ക് നോക്കും മാത്രമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഫോളോ അപ്പിൻ്റെ ആവശ്യം. ഇതിന് കഴിഞ്ഞ ശേഷം ഇതിന് മെഡിക്കൽ സപ്പോർട്ടോ അങ്ങനെയൊന്നും വേണോ? അല്ല മറ്റ് മെഡിസിനോ എന്തെങ്കിലും? അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 2-3 weeks വരെ നമുക്ക് അബ്ഡോമിനൽ ബൈൻഡർ കൊടുക്കേണ്ടി വരും. ഡോക്ടർ, നമ്മളിപ്പോൾ ശരീരത്തിലും നമ്മൾ എത്ര സാധാരണ ഓവർ എക്സസൈസ് ചെയ്താൽ പോലും നമ്മൾ കൊഴുപ്പ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൊഴുപ്പ് lifestyle change is must. So only these procedures are not enough. Okay. Even after procedure, we should be cautious about the lifestyle also, like food
ഫുഡ് ഹാബിറ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല അത്തരത്തിൽ ഇപ്പം നമ്മുടെ ഈ തരത്തിലാണെങ്കിൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനോട് ഡോക്ടർ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പറയും ലൈക്ക് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ സ്ട്രിക്റ്റ് ഡയറ്റ് ഓൾസോ ഫോളോയിങ് ദീസ് സർജറീസ്, അതർവൈസ് ഓഫ് നോ യൂസ്. ഡോക്ടർ ഈ മെഡിക്കൽ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റലിജൻസ് ഇവാലുവേഷൻ ഒക്കെ ഫേസ് ചെയ്യും. ഓക്കെ, ഫേസ് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് അവിടെ അധികം ഏതുള്ളത്, കുറച്ച് കിട്ടുന്ന ഏതാണ്, കുറച്ച് കൊടുക്കേണ്ട ഏതാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അസസ് ചെയ്യും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് മെഡിക്കൽ എസ്തെറ്റിക് ബേസിക്കലി ഇറ്റ് കവേഴ്സ് ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ ബൊട്ടോലിനം ടോക്സിൻ, സോ വിച്ച് റിലാക്സസ് ദ മസിൽ ബേസിക്കലി. സോ ഈ റിങ്കിൾ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് നമ്മൾ ബൊട്ടോക്സ് കൊടുക്കും, അല്ലെങ്കിൽ ക്രോ ഫീറ്റ് ഉണ്ടെങ്കിൽ ബൊട്ടോക്സ് കൊടുക്കും, ചിലപ്പോൾ ഈ മാസേറ്റർ മസിലിന് കൊടുക്കും, അവിടെ നമുക്ക് നന്നായിട്ടുള്ള ഈ ജോ ലൈൻ കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബൊട്ടോക്സിൽ ചെയ്യുന്നത്. സോ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഫില്ലേഴ്സ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ടിഷ്യൂസ്. സോ ലൈക്ക് ഇൻ ടിയർ ട്രഫ്, ഇവിടെ ടിയർ ട്രഫ് ഈ കന്യ താഴെ ടിയർ ട്രഫ് ഡിഫോമിറ്റി ഉണ്ടാവും, ആ സ്ഥലത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ലുക്ക് കിട്ടും. അതല്ലാതെ ഈ ഓഗ്മെൻറ്റേഷൻ, ചീക്ക് ഓഗ്മെൻറ്റേഷൻ, ഈ ചീക്ക് ഓഗ്മെൻറ്റേഷൻ ചില പെണ്ണുങ്ങൾക്ക് വേണ്ടി വരും. ആ സമയത്തിൽ അവിടെ നമ്മൾ ഈ അതായത് ഫില്ലേഴ്സ് കൊടുക്കും, ഫില്ലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സോ ലുക്ക് വിൽ ബി ഡിഫറെൻറ്റ്, നന്നായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഡോക്ടർ ഈ ടമ്മി-ടാക്ക് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ, അത് ഏത് പേഷ്യൻ്റാണ് സാധാരണ, ഏത് തരം പേഷ്യൻ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ പ്രൊസീജിയർ ചെയ്യാം? ഈ ടമ്മി-ടാക്ക് ആക്ച്വലി വിൽ ഡു ഇൻ ഏജ്ഡ് പേഷ്യൻസ്, ദോസ് ഹു ആർ ഹാവിങ് സാഗി സ്കിൻ. കുറച്ച് ചില ആൾക്കാർക്ക് സാഗി സ്കിൻ ഉണ്ടാവും, ഏജ്ഡ് പേഷ്യൻസ്. അല്ലെങ്കിൽ മമ്മി മേക്ക് ഓവർ എന്ന് പറയും, സോ പോസ്റ്റ് പ്രഗ്നൻസി മമ്മി മേക്ക് ഓവർ. സോ ആ സമയത്തിൽ നമ്മൾ ടമ്മി-ടാക്ക് ചെയ്യും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് ഉണ്ടാവും ചില ആൾക്കാർക്ക്, അതായത് പോസ്റ്റ് ബെറാറ്റിക് സർജറി, അല്ലെങ്കിൽ നന്നായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ സാഗിങ് സ്കിൻ ഉണ്ടാവും കയ്യിലോ. ഇതിന് നമ്മൾ ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയും. ഈ സ്ഥലത്ത് നല്ല സാഗിങ് ഉള്ള സ്ഥലത്തിൽ നമ്മൾ എടുത്ത് കളയും, ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയും. പിന്നെ അബ്ഡോമിനോപ്ലാസ്റ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടമ്മി-ടാക്ക് എക്സസ് ആയിട്ടുള്ള സ്കിൻ എടുത്ത് കളയും. അതിന് ക്ലാസിക്കൽ അബ്ഡോമിനോപ്ലാസ്റ്റി ഉണ്ട്, പിന്നെ ഫ്ലോഡിലീസ് അബ്ഡോമിനോപ്ലാസ്റ്റി ഉണ്ട്, പിന്നെ റിവേഴ്സ് അബ്ഡോമിനോപ്ലാസ്റ്റി ഉണ്ട്. ക്ലാസിക്കലിൽ നമുക്ക് ചെറിയ ഇതുള്ള ആൾക്കാർക്ക് ചെയ്യും, ചെറിയ സ്കിൻ സാഗിങ് അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യും. സോ there won't be any visible scars, so scar will be hidden there. Okay, and surgery will last for the classical will be done in 2 to 3 hours. അധികം നേരം വേണമെന്നുണ്ടാവില്ല ക്ലാസിക്കലിന്. Okay, and fleur-de-lis there will be a scar in the midline also. So വലിയ കൂടുതലുള്ള മാസീവ് വെയിറ്റ് ലോസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഈ സർജറി ചെയ്യും. Okay, ആൻഡ് ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ നമ്മൾ ഈ ആമിന് നന്നായിട്ടുള്ള ഷേപ്പ് കൊടുക്കും, അവിടുത്തെ സ്കിന്നും കാര്യങ്ങളും എടുത്തിട്ട്. ഈ പ്രൊസീജിയറൊക്കെ ഡോക്ടർ നമ്മളിപ്പം ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രൊസീജിയർ ഏറെക്കുറെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ ലുക്ക് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ അത് നമുക്ക് ചിലപ്പം പ്രേക്ഷകർക്ക് ഈസ് ഇറ്റ് സേഫ് എന്നുള്ളൊരു അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഇതിന് കോംപ്ലിക്കേഷൻസ് എന്നുള്ളൊരു വേർഡാണ് ആദ്യം. ഏത് സർജറി ആയാലും ആദ്യം നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശത്തിനപ്പുറത്ത് ഇതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് എന്താണെന്ന് അന്വേഷിക്കരുത് നമ്മൾ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ പേടിയുണ്ടാകും നമ്മൾ ഇങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ ഇനി കോംപ്ലിക്കേഷൻസ് ലേറ്റർ കോംപ്ലിക്കേഷൻസ് ആസ് സച്ച് നേരത്തെ പറഞ്ഞ പോലെ ആസ് സച്ച് ലൈക്ക് എനി അതർ സർജറി മിനിമൽ കോംപ്ലിക്കേഷൻസ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ബിഫോർ ഡൂയിങ് എനി സർജറി ആസ് ഓൾറെഡി ടോൾഡ് വിൽ work up the patient, not directly taking to the operation theatre. Correct. So we'll work up the patient, we'll do proper thorough pre-anesthetic checkup. If the patient is fit, then only we'll go for surgery. Okay. ഡോക്ടർ നമ്മളിപ്പം ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത്, നമ്മൾ ഗ്ലൂട്ടിയൽ ഓഗ്മെൻറ്റേഷൻ എന്നുള്ള അങ്ങനെ ഒരു വേർഡ് സാധാരണ പറയുന്നത്, അത് എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് ദാറ്റ്? ഗ്ലൂട്ടിയൽ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ ബോഡി കോണ്ടൂറിങ് പ്രൊസീജിയർ. വാട്ട് വിൽ ഡു ഈസ് ഈ ബട്ടക് റീജിയനുള്ള ഒരു നന്നായിട്ടുള്ള ഷേപ്പ് കൊടുക്കും. We'll use just like breast implants, we'll do gluteal implant also. There also implant. There also we can use implant or flap also. Flap എന്ന് പറഞ്ഞാൽ മാംസഖണ്ഡത്തിനെ നമ്മൾ റീഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ റീപൊസിഷൻ ചെയ്തിട്ട് അവിടെ ഷേപ്പ് കൊടുക്കുന്നത്. അതൊരു ഡോക്ടർ നമ്മളിപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത വളരെ ഈസി ആയിട്ടാണെങ്കിലും അത് റീഷേപ്പ് ചെയ്യുന്നത് അതൊരു മോസ്റ്റ് പ്രോബബ്ലി 100% ഒരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയല്ലേ? അതെ, സർജിക്കൽ പ്രൊസീജിയർ തന്നെ. ഡോക്ടർ നമ്മളിപ്പോൾ ഇവിടെയും
ഇതിന് ഫോളോ അപ്പ് അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ഇസ് ഇറ്റ് സേഫ് ഇങ്ങനെ ഒരു നമുക്ക് ആ രീതിയിലുള്ള ഒരു ഫർദർ കോംപ്ലിക്കേഷൻ ഇവിടെ അറൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയോ അങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ല, ഇവിടെ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പേഷ്യൻ്റ് ക്യാൻ റീഗെയിൻ ടു ദ നോർമൽ ആക്ടിവിറ്റീസ്. പേഷ്യൻ്റ് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പേഷ്യൻസിന് നടക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തരത്തിലുള്ള ഡിസ്കംഫോർട്ടോ അത് ഈ പ്രൊസീജിയർ ഡിസ്കംഫോർട്ടൊന്നും ഉണ്ടാവില്ല. വിൽ ഫോളോ ഫോർ മേ ബി 2 to 3 weeks. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇനീഷ്യൽ ഡേയ്സ് വി മേ ഹാവ് ടു അവോയ്ഡ് സിറ്റിംഗ് ലൈക്ക് മേ ബി ഫോർ 1 or 2 weeks. അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സി ഡോക്ടർ, അനദർ വേർഡ് ഈസ് ഐ ഹേർഡ് ദാറ്റ് കാഫ് ഓഗ്മെന്റേഷൻ. വാട്ട് ഈസ് ദാറ്റ് വേർഡ്? കാഫ് ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു കാല് അധികം കൂടുതൽ എളുപ്പം, മറ്റേ കാല് ഈ കാഫ് റീജിയൻ ഉണ്ടാവില്ല, കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് ഇൻ പോളിയോമൈലൈറ്റിസ് പേഷ്യൻസിന്, അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ അവിടെ ആ ഭാഗത്തിനും കാഫ് റീജിയനിൽ ഇംപ്ലാന്റ് ചെയ്യും. ഓക്കെ. So it is also a small procedure like any we'll introduce a implant into the calf region under anesthesia. Okay. See doctor, namakku and even in some patients may require they want their calf to be look bulkier. So in that case also they can opt for calf augmentation, not only the patients. ഓക്കെ. സി നമ്മളിപ്പം ഫേസ് 2 കാഫ്, അതായത് നമ്മൾ പല പിന്നെ ഓർഗൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി ഏതൊക്കെ തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യാമെന്നുണ്ട്. സി മനുഷ്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ അവയവമാണ് ജെനിറ്റൽ പാർട്ട്. നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എസ്തെറ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ഏതൊക്കെയാണ് ഈ ജെനിറ്റൽ പാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? അത് ജെനിറ്റൽ അസ്തെറ്റിക് സർജറിയും നമുക്ക് ചെയ്യും. അതായത് റീഷേപ്പിംഗ് അല്ലെങ്കിൽ റീസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ജെനിറ്റൽ സർജറിയിൽ ചെയ്യുന്നത് സ്പെഷ്യലായിട്ട്. ഓക്കെ. സി ഡോക്ടർ, നമ്മളിപ്പം റീഷേപ്പിംഗ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില അപ്പിയറൻസിൽ അല്ലെങ്കിൽ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ് ലിഫ്റ്റിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി ആയാലും ശരി, ഈ പ്രൊസീജിയറൊക്കെ നമുക്ക് ഐലിഡിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജെനിറ്റൽ പാർട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇപ്പം ഷേപ്പ് ചെയ്യാൻ, അത് ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? നമുക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ഫീമെയിൽസ് ചില ആൾക്കാർക്ക് ഹൈജീനിക് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പിയറൻസ് ഡിസ്കംഫർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള സമയത്ത് നമ്മൾ ചെയ്ത് നോട്ട് ഓൺലി ജസ്റ്റ് അപ്പിയറൻസ്, സോ ഇറ്റ് ഈസ് ഡിസ്കംഫർട്ട്, പേഷ്യൻസിന് ഒരു കോൺഫിഡൻസ് കൂടും. അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആണ് ഇതുകൊണ്ട്. മെയിൽ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ലെന്തനിങ് അല്ലെങ്കിൽ ലെന്തനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. ലെങ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. See, here is one more question. That means ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ പ്രൊസീജിയർ ഏതൊക്കെ തരത്തിൽ ആപ്ലിക്കബിൾ ആണ്? സോ ട്രാൻസ്ജെൻഡർ സർജറി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പാർട്ട്ലി ഫീമെയിൽ അല്ലെങ്കിൽ പാർട്ട്ലി ഫീമെയിൽ ആണ്, ജന്മനാ ഉണ്ടാവും ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചില ഹാർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവും. സോ ഇങ്ങനത്തെ ആൾക്കാർക്ക് അവർക്ക് എങ്ങനെയാണ് അപ്പിയറൻസ് അവർക്ക് വേണ്ടത്, അവർ അപ്പിയറൻസ് which in what way they want to appear. So depending on that we'll change. So this is what more of a transgender surgery is. Okay doctor, here it is the partially male or partially female. Okay. ഇപ്പം പാർഷ്യലി മെയിൽ ആണെങ്കിൽ അവർ ഫീമെയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫീമെയിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ്, കേൾക്കുമ്പോൾ തന്നെ വളരെ ആ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഇപ്പം പല ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഒക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, പിന്നീട് ഉണ്ടാകുന്ന അതിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഈസ് ഇറ്റ് സോ ഈസി? Easy അല്ല, it is more of a multi speciality involvement is here required. Not only aesthetic and not only aesthetic plastic surgery, it is a multidisciplinary approach is required here. So the patient may have to undergo psychiatric counseling, then the patient also have to undergo hormonal therapy. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന് ബിഫോർ ദാറ്റ് സോ മെനി അതർ പ്രൊസീജിയർ. ഫോർ എക്സാമ്പിൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തു, അവരെ ഫിസിക്കൽ സൈക്കോളജിക്കലായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൽ ഫീമെയിലേക്ക് പോവുകയാണെങ്കിൽ, കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, മാറ്റുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ്, അതിനുശേഷം ബിഫോർ ദാറ്റ് ഈ പ്രൊസീജിയറിന് തൊട്ട് മുന്നേ വേറെ ഏതെങ്കിലും മെഡിക്കൽ തരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള മറ്റ് പ്രൊസീജിയറിലേക്ക് പോകണം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കാട്രിക് കൗൺസിലിംഗ് വേണ്ടി വരും. പേഷ്യൻസിന് സൈക്കാട്രിക്
patient has to accept first. So psychiatric counseling is very much required. Okay, after that? After that, they have to take a hormonal therapy. Okay. So depending on their hormone, they'll appear male or female. ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകണമെങ്കിൽ അത് എത്ര ആ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും ഡോക്ടർ? അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മറ്റ് പ്രൊസീജിയർക്ക് ഓൾ ഓഫ് സഡൻ നമ്മൾക്ക് വന്ന് 1 day പ്രൊസീജിയർ, ഹാഫ് ആൻ അവർ പ്രൊസീജിയറാണ്. ഓക്കെ, ഇതെങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മെയിൽ ഫീമെയിലേക്ക് ചേഞ്ച് വരുത്തുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, അതൊരു കോസ്മെറ്റിക് അല്ലെങ്കിൽ അതൊരു എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് പോകുന്നതിനപ്പുറത്ത് അത് സ്റ്റാർട്ട് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചെയ്യുന്നത്, അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇഫ് ദ പേഷ്യന്റ് ഡിസൈഡ്സ് നൗ then they have to go for psychiatric counseling and hormonal therapy. Hormonal therapy they may have to take up till 3 years. So 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ സർജറി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. ഈ സർജറി ചെയ്തിട്ട് അതും മോർ ദാൻ surgery depends different type of surgery. Facial surgery ഉണ്ടാവും, then breast surgery and then genital surgery. In breast surgery ഈ മാസ്കുലിനൈസേഷൻ ഓർ ഫെമിനൈസേഷൻ എന്ന് പറയും. ബ്രസ്റ്റിൽ ഈ പെണ്ണുങ്ങളെല്ലാവരും ബ്രസ്റ്റ് മാസ്കുലിനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് എടുത്ത് കളയും. ഫെമിനൈസേഷൻ എന്ന് പറഞ്ഞാൽ മേലിനെ നമുക്ക് ബ്രസ്റ്റ് കൊടുക്കും, എൻഹാൻസ് ചെയ്യും. അതിനുശേഷം പിന്നീട് ആ ഫോളോ അപ്പ് അതിന് യൂഷ്വലി ഫോളോ അപ്പ് ഉണ്ടാവില്ല, ആവശ്യം വരില്ല. ബ്രസ്റ്റിനൊന്നും ഫോളോ അപ്പിൻ്റെ ആവശ്യം വരില്ല. ഇറ്റ് ലുക്സ് നോർമൽ. ഓക്കെ, സി ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളിപ്പം പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിലൊക്കെ ഈ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഇതിൻ്റെ ആക്സെപ്റ്റൻസ് എങ്ങനെയാണ്? കാരണം പലർക്കും ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ കൂടുതലൊരു അവയർനെസ് ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ് എന്നിപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടറുടെ ഒരു OPD ഒക്കെ നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ്, എങ്ങനെയാണ് പേഷ്യൻ്റ് ആ ഫ്ലോ വരുന്നത്? ഇത് acceptable in foreign countries. In Argentina, every alternate people will be having one or the other kind of aesthetic procedure. So whereas in India, awareness കുറവുള്ളത് കൊണ്ടാണ് അധികം. അവേർനെസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ആൾക്കാർക്ക് ഒന്നിക്കുള്ള കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ അവൈലബിലിറ്റിൻ്റെ. Is it costly? It is reasonable cost. It is not very high cost. Okay, normal cost ഇത്. ഡോക്ടർ ഇപ്പം പ്രാക്ടീസ് ഈ യൂണിറ്റി ഹോസ്പിറ്റലിൽ പറയുന്ന എല്ലാ പ്രൊസീജിയറും ഇവിടുന്ന് ചെയ്യുന്നുണ്ടോ? ഇവിടുന്ന് ചെയ്യും, ഈ പ്രൊസീജിയേഴ്സ് ചെയ്യും. ഇപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രൊസീജിയർ ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ സൂചിപ്പിച്ചാൽ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ അതിലേക്ക് തന്നെ വരും, അവിടെയൊക്കെ എന്താ ചെയ്ത് കൂടുതൽ ആക്സെപ്റ്റൻസ് കൂടുന്നുണ്ട്. അപ്പം ബോളിവുഡ് ആയാലും ഹോളിവുഡ് ആയാലും ഒക്കെ നമ്മൾ പലപ്പോഴും ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പല പോപ്പുലർ ആക്ടേഴ്സും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്ടേഴ്സിന് മെയിൻ ലൈക്ക് they have to look beautiful, so definitely they'll go for these aesthetic procedures. So it is not only for actors or celebrities. It can be done for anyone. Okay, see, it can be done for anyone, but is it affordable? Here is the question, because actors can it is reasonably affordable. That already doctor told. It is reasonable. Okay, പ്രേക്ഷകർ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല സംശയങ്ങളും ദൂരീകരിക്കുന്ന ഒരു വിവരണമാണ് ഇന്നത്തെ മെഡിട്രാക്കിൻ്റെ ഈ എപ്പിസോഡിൽ മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മുഹമ്മദ് അസീഫ് സാർ പ്രേക്ഷകരോട് വിവരിച്ചത്. കാരണം ഇറ്റ് ഈസ് റീസണബിളാണ്. പ്ലാസ്റ്റിക് സർജറി ആയാലും കോസ്മെറ്റിക് സർജറി ആയാലും വളരെ റീസണബിളാണ്. സമൂഹത്തിൽ ഏത് തലത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന, ആവശ്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. ഇറ്റ് ഈസ് സോ റീസണബിളാണ്. ഇതിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ സംശയങ്ങൾക്കും പ്രേക്ഷകരോട് ദൂരീകരിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.